എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു നമ്മുടെ രൂപയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിനും രൂപയുടെ സംസാരത്തിൽ നിന്നും തന്നോടും തൻ്റെ വീട്ടുകാരോടും ഒക്കെ നല്ല ദേഷ്യമുണ്ടെന്ന് സരയുന് ബോധ്യപ്പെടുക. സരയു ആണെങ്കിലോ, എന്താ ആൻറ്റി ഇതിനു മുന്നേ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോഴാണല്ലോ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. ഇത്രയും കാലവും എൻ്റെ ആങ്ങളെന്ന് പറയുന്നവൻ എന്നെ ചതിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ, അന്ന് മുതൽ ഞാൻ കരുതി വെച്ചിരിക്കുകയായിരുന്നു ഇതുപോലെയുള്ളൊരു ദിവസത്തിന് വേണ്ടിയിട്ട്. എന്തായാലും വയറ് നിറച്ച് നിൻ്റെ അച്ഛന് കൊടുത്തു തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അവൻ ഇവിടെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലുന്നത് ഞാനായിരിക്കുമെന്ന് കൂടി രൂപ പറയുക. ആൻറ്റി എന്താ സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സരയു ചോദിച്ചതും രൂപ പറഞ്ഞു, അതെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഒന്നായതിൻ്റെ 2ാമത്തെ വിവാഹ വാർഷികം. ഞങ്ങളുടെ വിവാഹം നടന്നിട്ട് ഇന്നേക്ക് 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അതും എൻ്റെ സഹോദരൻ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ അകറ്റിയിട്ട് 20 കൊല്ലത്തിനപ്പുറമായി. എന്നിട്ടും ഞങ്ങളൊന്ന് ചേരണമെങ്കിൽ ഞങ്ങളുടെ സ്നേഹം എത്രമാത്രം സത്യസന്ധമായതായിരിക്കും. എടി, നിന്റെ അച്ഛൻ ചതിച്ചു ആ താരയെന്ന് പറയുന്ന സ്ത്രീയെ. എന്നിട്ട് ആ കുറ്റം എൻ്റെ പാവപ്പെട്ട ചന്ദ്രേട്ടൻ്റെ പടലിക്ക് വെക്കുകയും ചെയ്തു. എന്തായാലും അതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് തന്നെ ഇന്ന് താരയും അവന് വേണ്ടുന്നത് കൊടുത്ത് തന്നെയാണ് വിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ കരണം ചുവന്നു കിടക്കുന്നത് താരയുടെ തല്ലുകൊണ്ടാണെന്ന് കൂടി നമ്മുടെ സരയുന് ബോധ്യപ്പെട്ടു. അങ്ങനെ സരയു അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ഇന്നിവിടെ സംഭവിച്ചു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതിൻ്റെ വിഷ്വൽസും അതുപോലെ എൻ്റെ വെഡ്ഡിങ് വീഡിയോയും ഒക്കെ നിനക്ക് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ രൂപ ഫോൺ വെക്കുക. അതിനുശേഷമാണെങ്കിലോ സരയു ശാരിയോട് പറഞ്ഞു, അമ്മേ സംഭവിച്ചതൊക്കെ വേറെന്നാണ്. ആൻറ്റി അച്ഛനെ ചതിച്ചു, അതിൻ്റെ ദേഷ്യം അച്ഛനുള്ളത്. എന്തായാലും ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളെ, അവള് ചതിക്കുമെന്ന്. അവളെ വിശ്വസിക്കരുതെന്നൊക്കെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ. അതൊന്നും അയാളുടെ തലമണ്ടയിൽ കയറിയില്ലല്ലോ. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പെഗാസുരൻ പുറത്തേക്ക് പോവാനായിട്ട് വരുന്നത്. അങ്ങനെ ആൾ ഇറങ്ങി വന്നതും ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ അറിഞ്ഞായിരുന്നു. നിങ്ങൾക്ക് വല്ല നാണോ ഉണ്ടോ മനുഷ്യ? ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതല്ലേ അവളുടെ വീട്ടിലൊന്നും പോവരുതെന്ന്. അവള് നിങ്ങളെ പറ്റിക്കുമെന്നും ഒക്കെ ശാരി നമ്മുടെ ബഗാസുരൻ്റെ അടുത്ത് എന്ന് പറയുക. എടി, എന്നെ ചതിച്ച അവൾക്കുള്ള ശിക്ഷ അത് ഞാൻ കൊടുത്തിരിക്കും. ഇത് കുറെ ഞങ്ങൾ കേട്ടതാണെന്ന് സരിയും നമ്മുടെ ശാരിയും കൂടി ബഗാസുരനെ കളിയാക്കി പറയുക. ഇത് കേട്ടതും പുള്ളിക്കാരന് നല്ല ദേഷ്യമായിട്ടോ. ആള് നേരെ ചെല്ലുക നമ്മുടെ ശാരിയുടെ നേരെ. ശാരിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഈ സമയമാണെങ്കിൽ ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സരയും അച്ഛനെ തടയാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അമ്മേനെ മോളെ എടുത്ത് പഞ്ഞിക്കിടുന്ന രീതിയിൽ തട്ടി മാറ്റിയതിന് ശേഷം പ്രകാശുരൻ പറഞ്ഞു, അതെ ഇനി മുതൽ എൻ്റെ ഈ സ്വഭാവമായിരിക്കും നീയൊക്കെ കാണാൻ പോകുന്നത്. എടി, അവളെയും അവളുടെ ഭർത്താവിനെയും കൂടി 10-20 കൊല്ലം ഞാൻ അങ്ങ് അകറ്റി നിർത്തിയെങ്കിൽ ഇനി ഞാൻ അവരെ വേർപെടുത്തും. അത് മരണത്തിലൂടെ മാത്രമായിരിക്കുമെന്ന് കൂടി നമ്മുടെ ബഗൻ ഇങ്ങനെ വെല്ലുവിളിക്കുക. ഇതൊക്കെ കേട്ട് നമ്മുടെ സരയും അതുപോലെ ശാരിയും ഭയന്ന് നിൽക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രകാശനും പൊന്നുമോനും കൂടി നമ്മുടെ രാഹുലിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുൽ അവരുടെ അടുത്തേക്ക് ചെന്ന പാട് തന്നെ, അല്ല എന്തായി അങ്കിളെ, നിങ്ങൾ ഇന്ന് ചെയ്ത പരിപാടി അത് വളരെ മോശമായി പോയെന്ന് രാഹുലിൻ്റെ അടുത്ത് നമ്മുടെ വിക്രം പറയുക. എടാ മോനെ, അതങ്ങനെ പറ്റിപ്പോയതാ. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതെന്ന് കൂടി നമ്മുടെ രാഹുൽ വിക്രത്തിനെയും പ്രകാശിനെയും പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. എന്നാലും അവർ പറഞ്ഞു, എന്നാലും ഇന്ന് ഞാൻ അവിടെ ചെന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ കാഴ്ചയൊക്കെ കാണേണ്ടി വന്നത്. എടാ, നിന്റെ പെങ്ങളും അളിയനും ഒന്നായ സമയത്ത് നീ ഇതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ. അതേടാ, എനിക്ക് ചതിവ് പറ്റി. ഇനി എന്തായാലും അതിനുള്ള ഒരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ഞാനെന്ന് കൂടി നമ്മുടെ പ്രകാശനോട് രാഹുൽ പറയുക. അങ്ങനെ നമ്മുടെ രാഹുൽ രൂപയെയും സേനനെയും കൊല്ലാനുള്ള ഒരു ചെറിയ പ്ലാനൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്ന കാര്യങ്ങൾ വിക്രത്തിനും പ്രകാശനും ഒക്കെ മനസ്സിലായി. അങ്ങനെ അവരും നമ്മുടെ പ്രകാശനും വിക്രവും ഒക്കെ രാഹുലിനോടൊപ്പം കൂടുന്നതും ഒക്കെയാണ് ആ ഒരു സീനിൽ കാണിക്കുന്നത്. അതിന് ശേഷമാണെങ്കിലോ
നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹറും തൻ്റെ പുതിയ ഇരയെ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ കടൽക്കരയിലിരുന്ന് ആ പെങ്കൊച്ചിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു. എന്തായാലും അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ്. അവളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടക്ക് നമ്മുടെ മനോഹർ അങ്ങ് ഗൾഫിലാണെന്നും അവിടെ നിന്നും ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നതേ ഉള്ളൂ. മോളെ, നിന്നെ പോലെയുള്ളൊരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും അധിക ദിവസം താമസിക്കാതെ തന്നെ മോളുടെ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ച് അത്യാവശ്യം നല്ല കാര്യത്തിന് ഇതൊക്കെ കേട്ടൊക്കെ ഇരിക്കുകയാണ്. അവൾക്കും വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, അതെ, എൻ്റെ അച്ഛൻ എല്ലാ പ്രാവശ്യവും വിദേശത്തു നിന്ന് വരുന്ന സമയത്ത് കുറച്ച് സ്വർണമൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം 100-200 പവനോളം ഉണ്ടാകും. അത് എൻ്റെ കല്യാണത്തിന് അണിഞ്ഞ് കാണണമെന്ന എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വൈശാഖേട്ടനെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്കണമെന്ന് കൂടി അവൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ, അതൊക്കെ വേഗം തന്നെ നടക്കും മോളെ. ഞാൻ നിന്നെ വന്ന് പെണ്ണ് ചോദിക്കുകയും ചെയ്യും. 1 കൊല്ലം, കറക്റ്റ് 1 കൊല്ലം ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. നിൻ്റെ സമ്പാദ്യമൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിനക്ക് എന്നെ പോലെയുള്ള ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച് ഞാൻ ആ ഏരിയയിൽ നിന്ന് തന്നെ കടന്നു കളയുമെന്ന് ഈ ബിരുദൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു നിൽക്കുക. ആ സമയമാണെങ്കിൽ ഈ കാഴ്ചയും കണ്ടുകൊണ്ട് ജുബാനയും അവളുടെ 2-3 ഫ്രണ്ട്സും കൂടി വരുന്നു. അവരിത് കണ്ട പാടെ തന്നെ നമ്മുടെ ജുബാന പറഞ്ഞു, അല്ല, അത് അവനല്ലേ എന്നെ ചതിച്ചവൻ? അവൻ അടുത്ത ഇരയെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? എന്തായാലും ഇത് അറിയിക്കേണ്ടവരെ തന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ജുബാന അവിടുന്ന് പോവുക. ഈ സമയമാണെങ്കിൽ തൻ്റെ പുതിയ കാമുകിയുമായിട്ട് ഭാവി സ്വപ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹർ. അങ്ങനെ ജുബാന പോകുന്നത് കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ അടുത്തേക്കാണ്. അവരുടെ അടുത്ത് ചെന്നതും ഇപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു കാഴ്ച കണ്ടിട്ട് വരിക. ആ മനോഹർ അവൻ ആ പെണ്ണുമായിട്ട് ഏതോ ഒരു പെണ്ണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. എന്തായാലും അവൻ ഇനി അടുത്തതായി ചതിക്കാൻ പോകുന്നത് അവളെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് അതൊന്ന് തടയണം. നിങ്ങൾ വിചാരിച്ചാലേ അത് സാധിക്കുകയുള്ളൂ. പാവപ്പെട്ട ഒരു പെണ്ണിൻ്റെ ജീവിതം നശിക്കുന്ന കാര്യമല്ലേ എന്ന് ജുബാന കിരണിനോട് പറഞ്ഞതും അവനാൾ കൊള്ളാലോ, അവൻ ഇത്രയും നാളും ഒതുങ്ങി ജീവിച്ചതാണെന്നാണ് ഞാനും കരുതിയത്. പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, നീയും കല്യാണിയും കൂടി പോയിട്ട് ആ പെൺകുട്ടിയെ കണ്ടൊന്ന് സംസാരിക്ക്. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ ആ കുട്ടിയെ കാണിക്ക്. അതെങ്ങനെയാകും എന്താകുമെന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞ് കിരൺ അവിടുന്ന് പോവുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും അതുപോലെ ജുബാനയും കൂടി കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുന്നതും അവളുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെയാണ്. അതിനുശേഷം നമുക്ക് നിഷയുടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞ് ജുബാനയും ഈ കുട്ടിയും കല്യാണിയും കൂടി നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്നതും നിഷ നമ്മുടെ കല്യാണിയെ കണ്ടതും വലിയ സന്തോഷത്തിൽ വന്നു. ആ ചേച്ചി, എന്തുണ്ട് വിശേഷം? ചേച്ചിയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതെ എന്നെ രക്ഷിച്ചത് ചേച്ചിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് പോയി സംസാരിക്കുക. ആ സമയമാണ് പുതിയതായിട്ട് നമ്മുടെ മനോഹർ കണ്ടെത്തിയിരിക്കുന്ന ആ കുട്ടി അതിനകത്തോട്ട് വരുന്നത്. അപ്പം ഇതേത് ഈ കുട്ടി? ജുബാനെ, ഇത് ഏതാണെന്ന് ചോദിക്കുമ്പം ഇതോ നമ്മളെ ചതിച്ചു വരുത്താനുണ്ടല്ലോ, അവൻ പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കുട്ടിയാ. മനോഹർ കണ്ടെത്തിയിരിക്കുന്നതോ? അതെ എൻ്റെ മോളെ, ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് ഞാനും കല്യാണി ചേച്ചി ഒരുപാട് പാടുപെട്ടു. ഇപ്പം ഇവൾക്ക് നിന്റെ പക്കലുള്ള ചില തെളിവുകൾ കൂടി കാണിച്ചു കൊടുക്ക്, അവൾക്ക് വിശ്വാസമാവട്ടെ. എന്തായാലും ഇവളിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന വൈശാഖൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് അറിയൂ മോൾക്ക്? അവൻ്റെ പേര് മൂന്നാർ മുരുകൻ എന്നാണ്. അവൻ ഇതുപോലെ ഒരുപാട് പെൺപിള്ളേരെ ചതിച്ച് ജീവിക്കുന്ന ഒരുത്തനാണെന്ന് കൂടി ആ കുട്ടിയോട് പറഞ്ഞതും അവൾക്ക് ജുബാന അവളുടെ കയ്യിലുള്ള തെളിവുകളും അതുപോലെ നമ്മുടെ നിഷ അവളുടെ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോസും എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കുട്ടി നമ്മുടെ കല്യാണിയോടും അതുപോലെ ജുബാനയോടും നിഷയോടും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ മനോഹരനിട്ട് കൊടുക്കാൻ പോവുകയാണ് മുട്ടനൊരു പണി. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും മിക്കവാറും അടുത്ത ദിവസങ്ങളിലൊക്കെ എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് റിവ്യൂസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഒക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്